നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീലിംഗ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സീലിങ്ങിൻ്റെ പകരമായിട്ട് നമ്മൾ LED ബോക്സ് കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിങ്ങിന് മുന്നേ തേപ്പിന് മുന്നേ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ സ്റ്റാൻഡ് ലെയർ കാര്യങ്ങൾ കൊടുക്കുന്ന ഏരിയയാണ്, അതായത് നല്ല ഹൈറ്റുള്ള ഏരിയയാണ് വരുന്നത്. സ്റ്റാൻഡ് ലെയർ കൊടുക്കുന്ന ഏരിയകളിൽ 6 ബോക്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് 6 വാട്ടിൻ്റെ 6 ലൈറ്റ് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ സെൻട്രലായിട്ട് ഒരു സ്റ്റാൻഡ് ലെയർ കൂടി കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ പൈപ്പ് കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന വാർക്കയുടെ ഉള്ളിലൂടെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ട് ഒരു വൈറ്റ് ബോക്സുകൾ കാണാൻ സാധിക്കും. ആ വൈറ്റ് ബോക്സുകൾ തുറന്ന് വയർ വലിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4 കോർണറിലും പിന്നെ 2 സെൻറ്ററിലും ആയിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ സെൻറ്ററിൽ സെപ്പറേറ്റ് ഒരു സ്റ്റാൻഡ് ലെയർ കൂടി കൊടുത്തിരിക്കുന്നു. തേപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിലേക്കുള്ള വയറ് കാര്യങ്ങൾ വലിച്ചിടണം. അല്ലെങ്കിൽ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാർക്കയുടെ ഉള്ളിലാണ് ഈ പൈപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബോക്സ് കാര്യങ്ങൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തേപ്പിൻ്റെ സമയത്ത് തന്നെ വയറ് കാര്യങ്ങൾ വലിച്ചിട്ടില്ലെങ്കിൽ പിന്നീട്, അതായത് ഇത് ചിലപ്പോൾ വാർക്കയുടെ സമയത്ത് ചിലപ്പോൾ കോൺക്രീറ്റ് അതിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ കളി ഉണ്ടാവും, സിമെൻറ്റിൻ്റെ കളി ചിലപ്പോൾ പൈപ്പിലൂടെ ഇറങ്ങിയിട്ടുണ്ടാവും, ബ്ലോക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ പൈപ്പ് ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല, കാരണം ബ്ലോക്കായി പോയിട്ടുണ്ടാവും. അതിന് മുന്നേ നമ്മൾ പ്ലാസ്റ്റിക്കിന് മുന്നേ നമ്മളത് കറക്റ്റ് ചെക്ക് ചെയ്ത് വയറ് കാര്യങ്ങൾ വലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന് മുന്നേ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതായത് എവിടെയെങ്കിലും പൈപ്പ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ പൈപ്പ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ആ ബോക്സിലാണെങ്കിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളോ കളിയോ കാര്യങ്ങളോ സിമെൻറ്റിൻ്റെ കളിയോ അല്ലെങ്കിൽ പറയുന്ന കോൺക്രീറ്റോ കാര്യങ്ങളോ ഒന്ന് അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തേപ്പിന് മുന്നാണെങ്കിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കും. തേപ്പ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് നമ്മളോട് പൈപ്പ് കാര്യങ്ങൾ പൊട്ടിക്കുക എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ പ്ലാസ്റ്റിക് ചിലപ്പോൾ വീണ്ടും അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. പൊട്ടിക്കുന്ന പൈപ്പിൻ്റെ ഏതെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടെ പൊട്ടിച്ച് ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ പ്ലാസ്റ്റിക്കിന് മുന്നേ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ആദ്യമേ തന്നെ അതിലേക്ക് വയറ് കാര്യങ്ങളെല്ലാം വലിച്ച് സീലിങ്ങിൽ നമ്മൾ ഫാനിൻ്റെ ഹുക്കിന് വയറ് വലിക്കില്ലേ, ഫാന് വേണ്ടിയിട്ട് വയറ് വലിക്കുന്ന പോലെ തന്നെ ഈ പറയുന്ന ലൈറ്റുകൾക്കെല്ലാം തന്നെ വയറ് കാര്യങ്ങൾ വലിച്ച് എവിടെയാണോ കൊണ്ടുവിടേണ്ടിരുന്നത് അവിടെ തന്നെ ക്ലിയർ ചെയ്തിടുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളത് മൊത്തം കുത്തിപ്പൊളിക്കുക എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ തന്നെ വലിയ പ്രശ്നമായിരിക്കും. കാരണം പ്ലാസ്റ്റിക് ഇത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പ്ലാസ്റ്റിക്കിന് മുന്നേ ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ സീലിങ്ങിൻ്റെ വയറും കാര്യങ്ങളും സീലിങ്ങിലേക്കുള്ള വയറുകളും ഫാനിൻ്റെ വയറുകളും വലിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന സീലിങ്ങിൻ്റേതായ ലൈറ്റിൻ്റെയും കൂടി വയറ് വലിച്ച് ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കിയിടുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ പ്ലാസ്റ്റിക്കിന് മുന്നേ നമ്മൾ ഇതിൻ്റെ സീലിങ്ങിൻ്റെ വയറ് കാര്യങ്ങളൊക്കെ വലിക്കേണ്ടത് എന്തിനാണെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you